ഏവരെയും ത്രസിപ്പിക്കുന്ന അവസാന നിമിഷങ്ങൾ. എത്രയൊക്കെ പഠിച്ചാലും അവസാനം പരീക്ഷയ്ക്ക് മുൻപായി ഒരു ഓട്ടപ്രദക്ഷിണം നമ്മൾ എല്ലാ സിലബസിലും നടത്തുന്നത് പോലെയാണ് എന്ന് രാവിലെ പിഷാരടി പറയുകയും ചെയ്തു. എന്താണ് വിശേഷങ്ങൾ? മാത്രമല്ല അവസാന നിമിഷം എല്ലാ അവകാശവാദങ്ങളും ഓരോ മുന്നണികളുടെ ഭാഗത്തു നിന്നും വരികയും ചെയ്തു. പ്രധാനപ്പെട്ട നേതാക്കൾ വന്ന് പറഞ്ഞു 100+, അതായത് UDF പറയുന്നു 100 സീറ്റിന് അപ്പുറത്തേക്ക് പോകുന്നു. അതേസമയം മൂന്നാം ഊഴം ഉണ്ടാകും, മൂന്നാം തവണയും പിണറായി തന്നെ ഭരിക്കുമെന്ന് എല്ലാ സ്ഥാനാർത്ഥികളും, ഇടത് സ്ഥാനാർത്ഥികളും, ഇടത് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്ന എല്ലാവരും പറയുന്നത്. മാത്രമല്ല ഇത്തവണ ഒരു അത്ഭുതം NDA ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. എനിക്കൊന്ന് ഒരു 10+ എന്നൊക്കെയാണ് പറയുന്നത്. എങ്കിലും ഒരു ചിലയിടങ്ങളിൽ വളരെ നിർണായക ശക്തിയായിട്ട് NDA മാറുന്നുണ്ട്. അതൊക്കെ ഈ കൊട്ടിക്കലാശത്തിൽ അവസാന നിമിഷവും ഫീൽഡിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ടോ പ്രശാന്ത്? വലിയ ആത്മവിശ്വാസം തന്നെയാണ് മൂന്ന് മുന്നണികളും പുലർത്തുന്നത്. അത് തുടർഭരണം ഉണ്ടാകും, വലിയ ഭൂരിപക്ഷത്തിലുണ്ടാകുമെന്നാണ് LDFിൻ്റെ അവകാശവാദം. ഇന്നും നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ എല്ലാം വാർത്താ സമ്മേളനത്തിൽ അത് പ്രകടവുമായിരുന്നു. അതേസമയം തന്നെ UDF ആകട്ടെ വലിയ തിരിച്ചുവരവ്, അത് മൃഗീയ ഭൂരിപക്ഷത്തിൽ 100-ലധികം സീറ്റുമായുള്ള ഭൂരിപക്ഷത്തോടെയുള്ള തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം. അപ്പോൾ രണ്ട് കൂട്ടരും ഒരു ആത്മവിശ്വാസക്കുറവും രേഖപ്പെടുത്തുന്നില്ല. BJP ആകട്ടെ കഴിഞ്ഞ കാലത്തൊന്നും കണ്ടതുപോലെയല്ല, ഇത്തവണ ഒരുപാട് സീറ്റുകൾ പിടിച്ചെടുക്കും. എത്ര സീറ്റെന്ന് പറയുന്നില്ലെങ്കിൽ പോലും BJP ഇപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു പാർട്ടി എന്നതിനപ്പുറത്തേക്ക് അവർ വലിയ കണക്കുകൾ നിരത്തുന്നുണ്ട്. 10-ലധികം സീറ്റുകളുടെ വിജയമൊക്കെയാണ് BJP കണക്ക് കൂട്ടുന്നത്. ഏകദേശം 30ഓളം സീറ്റുകളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാനാകും എന്നത് കണക്ക് കൂട്ടുന്നതുകൊണ്ട് തന്നെ BJP പറയുന്നത് BJP ഒഴിവാക്കിയുള്ള ഒരു ഭരണം അല്ലെങ്കിൽ ഒരു മുന്നണി സംവിധാനം ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും അവർ നടത്തുന്നു. എന്തായാലും അപ്പോൾ മൂന്ന് മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ കൊട്ടിക്കലാശത്തിൻ്റെ ദിനത്തിൽ അവരുടെ അഭിപ്രായം പങ്കുവയ്ക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ ഈ SIR-ന് ശേഷം ഉള്ള 2,71,42,952 വോട്ടർമാരെയും പോളിംഗ് ബൂത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിനാണ് ഈ വോട്ട് വിളംബര യാത്രയൊക്കെ നാളത്തെ ഈ നിശബ്ദ പ്രചരണ നാളിൽ നടത്തുന്നുണ്ട്. ഇതിന് പുറമെ തന്നെ ഇലുമിനേറ്റിംഗ് ഇവൻ്റ് ഒക്കെ നടത്തുന്നുണ്ട്. അതായത് ഒരു ലിംക ബുക്സ് ഓഫ് റെക്കോർഡിൽ ഇടം നേടുന്ന തരത്തിൽ 70,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇവൻ്റ് ഒക്കെ സംഘടിപ്പിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ വോട്ടർമാരെ പരമാവധി പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഉദ്യമങ്ങളാണ്. ഒരു ആഘോഷമാക്കി മാറ്റുക തെരഞ്ഞെടുപ്പിനെ എന്നതുകൊണ്ട് തന്നെ പോളിംഗ് ബൂത്തിൻ്റെ സമീപത്തെല്ലാം തന്നെ ഒരു ആഘോഷത്തിൻ്റെ ഒരു ഫീൽ കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളും പറഞ്ഞതുപോലെ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും പറയാനുള്ളത്, എല്ലാവരും നിങ്ങളുടെ സമ്മതിദാന അവകാശം കഴിവതും വിനിയോഗിക്കണം, അല്ലേ? കാരണം നമുക്കിനി 5 വർഷം കഴിഞ്ഞ് ഇനിയിപ്പോൾ 2026 കഴിഞ്ഞ് 2031 ഉള്ളൂ. വീണ്ടും വോട്ട് രേഖപ്പെടുത്തുക എന്നതിന്റെ ഒരു ലഹരി, അത് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഈ ആദ്യ വോട്ട് രേഖപ്പെടുത്താൻ ജെൻസി വോട്ടർമാരുടെ നിങ്ങളാണ് നാളത്തെ എന്താ പറയാ, നാളത്തെ നാടിനെ നിർമ്മിക്കുന്നത്. അതെ, തീർച്ചയായും. അപ്പോൾ പലപ്പോഴും കിട്ടുന്ന ഈ അവസരം, അത് ജനാധിപത്യത്തിന്റെ ഉത്സവം എന്നൊക്കെ നമ്മൾ വെറുതെ അങ്ങ് വാക്കുകൾ ഉപയോഗിക്കുന്നതല്ല, അതിൻ്റെതായ അർത്ഥമുണ്ട്. എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പരമാവധി പോകാൻ ശ്രമിക്കുക. 2,71,00,000 വോട്ടർമാരാണ്.